സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പോറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനത്തിനെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി ചെയർമാൻ കെ ഹരിദാസ്. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല ഈ സംഘടന വിട്ടുപോയ ആളാണ്. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ അനാവശ്യ പരാതി നൽകി. ചിലരെ രക്ഷിക്കാനുള്ള ശ്രമമാണിതെന്നും ചെയർമാൻ കെ ഹരിദാസ് പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ ചേർന്ന ജില്ലാ നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം പരാതി നൽകും. വിവരങ്ങളുമായി ഗോകുൽ PR ചേരുന്നുണ്ട്. ഗോകുൽ, കൈരളിക്ക് പാരഡി ഗാനമാകാം, ബാക്കിയുള്ളവർക്ക് ആകാൻ പാടില്ല എന്നാണോ CPM നിലപാട്? എന്തായാലും ഇപ്പോൾ ഈ പരാതിയിലെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? ഈ പരാതിയുടെ ഗൂഢലക്ഷ്യം ആരോപിക്കുന്നുണ്ടല്ലോ, അതെന്താണ് ഗോകുൽ? ഈ തിരുവാഭരണപാത സംരക്ഷണ സമിതി സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദ് കുഴിക്കാല എന്നയാള് ഈ പാരഡി ഗാനത്തിനെതിരായിട്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പ്രസാദ് കുഴിക്കാലയെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമിതി, അതായത് തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള കെ ഹരിദാസ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ പരാതി നൽകിയ ആളുമായിട്ട് ഈ തിരുവാഭരണപാത സംരക്ഷണ സമിതിക്ക് യാതൊരു ബന്ധവുമില്ല. ഇയാൾ ഈ സംഘടന വിട്ടുപോയിട്ടുള്ള ആളാണ്. മുമ്പ് തന്നെ ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണ് സംശയിക്കേണ്ടത് എന്നാണ് കെ ഹരിദാസ് പറയുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ ഈ പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകിയത് തീർത്തും അനാവശ്യമായിട്ടുള്ളൊരു നടപടിയാണ്. ചിലരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഈ പ്രസാദ് കുഴിക്കാല നടത്തിയിരിക്കുന്നത് എന്നാണ് കെ ഹരിദാസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ പ്രസാദ് കുഴിക്കാല നിലവിൽ ഈ സംരക്ഷണ സമിതി വിട്ടുപോയിട്ട് പുതിയ സംഘടന ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അയാളുടെ പരാതിക്ക് ആ രീതിയിലുള്ള ഒരു ഗൗരവം മാത്രമേ കൊടുക്കാവുള്ളൂ. ഇത് ഈ സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ശബരിമല തിരുവാഭരണ സംരക്ഷണ പാത സമിതി എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്, അതൊരു രജിസ്റ്റേർഡ് സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ ഔദ്യോഗിക പരാതിയായി ഒന്നും DGPക്ക് നൽകിയ പരാതിയെ കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഈ പ്രസാദ് കുഴിക്കാല നൽകിയ പരാതി DGP ADGPക്ക് കൈമാറി അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കാനായിട്ട് സർക്കാരും ആഭ്യന്തര വകുപ്പും തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ രീതിയിൽ ആ പരാതിയെ തള്ളിക്കൊണ്ട് അതേ സംഘടനയുടെ മറ്റൊരു ചുമതലക്കാരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ പാരഡി ഗാനത്തിനെതിരെ CPM ഔദ്യോഗികമായിട്ട് പരാതി നൽകുമെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് CPM പറയുന്നത്. ഈ പാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ്, തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. UDFും മുസ്ലിം ലീഗും അടക്കമുള്ള ആളുകൾ ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ പാട്ടിനെ ഉപയോഗിച്ചു, അത് ചട്ടലംഘനമാണെന്ന് കാട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനായിട്ട് CPM ഒരുങ്ങുന്നത്. നാളെ പത്തനംതിട്ട ജില്ലാ നേതൃയോഗം ചേരുകയാണ്. അതിലിത് ചർച്ച ചെയ്തതിന് ശേഷം പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാജു എബ്രഹാം നടത്തിയ പ്രതികരണത്തിൽ ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ എന്തായാലും ശ്രമിക്കുന്നത്. എന്തായാലും ഈ പാട്ട് വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചാ വിഷയമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളവും കടന്നു ഗോകുൽ, ആ ഗാനം കേരളവും കടന്ന് കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരൊക്കെ ഈ പാട്ട് വെച്ചുകൊണ്ടാണ് ശബരിമലയിലേക്ക് മല കയറുന്നത്. എന്തായാലും ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.